ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതെൻ്റെ ഉണ്ണിശോയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ണി സെറ്റൊന്നും വെച്ചിട്ടല്ല ക്രിബ് ഉണ്ടാക്കുന്നത്. കുറച്ച് കാർഡ്ബോർഡും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രിസ്മസ് ക്രിബാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ കുറഞ്ഞ സ്ഥലത്ത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ക്രിബ് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, പ്രത്യേകിച്ച് എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ പുൽക്കോട് കാർഡ്ബോർഡ് വെച്ച് മാത്രമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. 30 സെൻറ്റിമീറ്റർ നീളത്തിലും വീതിയിലും ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. സൈഡിൽ ചുമര് പോലെ വെക്കാനായിട്ട് അതേ വീതിയിലും നീളത്തിലും 2 പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ജനൽ പോലെ ഒരു 2 പീസിലും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് 2 സൈഡിലും ചുമരൊന്ന് നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. സൈഡിൽ വെക്കുന്ന ആ കാർഡ്ബോർഡ് പീസിൽ ജനൽ പോലെ നമുക്ക് 3 സൈഡിലും വെട്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഗ്ലൂ ഗൺ വെച്ച് നല്ലപോലെ ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് 2 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഇട്ടത് അതിങ്ങനെ മടക്കി വെച്ച് ഇതുപോലെ ഒട്ടിച്ചാൽ കൂടുതൽ ഉറപ്പുണ്ടാകും. ഇനി ബാക്ക് സൈഡിലും നമുക്ക് വലിയൊരു ജനലൊക്കെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ 2 സെൻറ്റിമീറ്റർ എക്സസ് ഇട്ടിട്ടാണ് ബാക്ക് സൈഡിൽ വെക്കുന്നത്. നമുക്കത് മടക്കി ഒട്ടിക്കുമ്പോൾ കൂടുതൽ ഉറപ്പ് കിട്ടാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചുമരിൻ്റെ 2 സൈഡിലും വെച്ചിരിക്കുന്ന ആ ഒരു പീസിൻ്റെ മുകളിൽ 2 സെൻറ്റിമീറ്റർ നമ്മളിങ്ങനെ വെട്ടി മാറ്റി നിർത്തിയിട്ടുണ്ട് നടുവിലായിട്ട്. ഇനി നമുക്ക് 1 സെൻറ്റിമീറ്റർ വീതിയിൽ കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസസ് ജനൽ കമ്പികളായിട്ട് മുറിച്ച് നമുക്ക് ബാക്കിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മുകൾ ഭാഗം വേണം റൂഫ് സെറ്റ് ചെയ്യണം. അതിൻ്റെ അതേ അളവിൽ തന്നെയുള്ള ഒരു കാർഡ്ബോർഡ് എടുത്തൊന്ന് മടക്കി നമുക്ക് വെച്ച് കൊടുക്കാം. ആ 2 സെൻറ്റിമീറ്റർ നമ്മൾ താഴത്തെ ആ ഭിത്തിയായിട്ട് വെച്ചിരിക്കുന്ന കാർഡ്ബോർഡിൽ നമ്മൾ വെട്ടി നമ്മൾ നിർത്തിയിട്ടുണ്ട്. ആ അളവിൽ തന്നെ 2 സെൻറ്റിമീറ്റർ ഈ റൂഫിൻ്റെ സൈഡിലും വെട്ടി കൊടുക്കാം. എന്നിട്ട് ആ വെട്ടിയിരിക്കുന്ന ആ ഭാഗം ഉള്ളിലോട്ട് നമുക്ക് മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് റൂഫ് നമുക്കിതുപോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ താഴെ നമ്മൾ ഭിത്തിയിൽ വെട്ടി വെച്ചിരിക്കുന്ന ആ 2 സെൻറ്റിമീറ്ററിൻ്റെ ആ ഭാഗം മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കാം. ഉൾഭാഗത്ത് എക്സസ് ആയിട്ട് നിൽക്കുന്ന അവിടെയും ഗ്ലൂ ഗൺ വെച്ച് നല്ലപോലെ ഒട്ടിച്ചാൽ നമ്മുടെ റൂഫ് നല്ല ഉറപ്പോടുകൂടി സെറ്റായി കിട്ടും. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ബൾബ് ഇടാനുള്ള ഒരു വയർ നമുക്ക് അതിലൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹോൾ ഇടുന്നത്. ഇനി വൈറ്റ് ടേപ്പ് വെച്ച് ജനലയുടെ അരികുവശമൊക്കെ നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. ഇനി 1 സെൻറ്റിമീറ്റർ നീളത്തിലും വീതിയിലുള്ള കാർഡ്ബോർഡിൻ്റെ പീസസ് തന്നെ നമ്മൾ കുറേ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ കൂടിൻ്റെ ഉൾഭാഗത്ത് ജനലയുടെ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും നല്ലപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. കുറച്ചൊരു അകലം വിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. നമുക്കിത് സ്ക്വയർ ഷേപ്പിലും വെട്ടി ഒട്ടിക്കാവുന്നതാണ്. അപ്പം മുഴുവൻ ഭാഗത്തും ഉൾഭാഗത്തും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ജനൽ കമ്പിയുടെ ഒരു ഭാഗം മാത്രം ഒന്ന് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആർച്ച് ഷേപ്പിലുള്ള ഒരു ജനൽ അവിടെ നമുക്ക് വെട്ടി അത് ഒട്ടിച്ച് കൊടുക്കാം. അതിൻ്റെ അടിയിൽ ഒരു തട്ട് പോലെ ഒരു ഭാഗം കൂടി നമ്മളൊന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് പോർഷനിൽ എല്ലാത്തിനും 1 സെൻറ്റിമീറ്റർ വീതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് നീളത്തിന് മുറിച്ചെടുത്ത് ഫ്രണ്ട് ഭാഗത്തും ഇതുപോലെ വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ചെറിയ കാർഡ്ബോർഡിൻ്റെ പെട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് മാത്രം മുറിച്ച് കളഞ്ഞ് നമുക്കിതുപോലെ ഒരു കൂട് പോലെ സെറ്റാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. കൂടിൻ്റെ ഉൾഭാഗത്ത് നമ്മളൊരു വലിയ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് സെപ്പറേറ്റ് ആക്കി ഒന്ന് തിരിച്ച് ചെറിയ പീസസ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു 2 കാലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ കൂടിൻ്റെ ഫ്രണ്ട് ഭാഗം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത പോലെ കാർഡ്ബോർഡ് പീസസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ആയാലും നമുക്ക് പുൽക്കൂടിൻ്റെ ഒരു ഭാഗം സെറ്റായി. ഇനി നമുക്ക് ചുള്ളിക്കമ്പ് എടുത്തിട്ട് 2 ചുള്ളിക്കമ്പ് ഇതുപോലെ 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ചുള്ളിക്കമ്പ് ഉണ്ടെങ്കിൽ ഒട്ടിച്ചാൽ മതി, ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ കൂട് മാത്രമായിട്ട് നമുക്ക് ക്രിബ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ കൂടിൻ്റെ 2 സൈഡിലും ചെറിയൊരു ഷെഡ് പോലെ 2 സൈഡിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഈ കൂടിൻ്റെ അത്രയും നീളത്തിൽ ഉള്ള ഒരു കാർഡ്ബോർഡ് അല്പം വീതിയിൽ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിഭാഗത്ത് വെച്ച് ഒട്ടിക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ജനൽ കട്ട് ചെയ്തതിൻ്റെ ആ ഭാഗം വെച്ചിട്ട് നമുക്ക് 2 സൈഡും കാർഡ്ബോർഡിൻ്റെ ഓരോ പീസസ് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു ഷെഡിൻ്റെ 2 സൈഡിലും നമുക്ക് ഒരു ചുമര് പോലെ പിടിപ്പിക്കാം.
അരികത്ത് ബീഡിങ് പോലെ 1 സെൻറ്റിമീറ്ററിൽ കാർഡ്ബോർഡ് ഇതുപോലെ വെച്ച് ഒട്ടിക്കാം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും കേട്ടോ. ഇനി കൂടിൻ്റെ മറ്റേ സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ വെച്ച് കൊടുത്ത് റൂഫൊക്കെ സെറ്റ് ചെയ്യാം. ജനൽ പോലെ 2 സൈഡിലും നമ്മൾ കാർഡ്ബോർഡിൻ്റെ നടുവിലായിട്ട് വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഈ കൂടൊന്ന് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്തില്ലെങ്കിലും ഈ രീതിയിൽ മാത്രം നമുക്ക് ഇത്തിരി വൈക്കോലൊക്കെ മേഞ്ഞ് നമുക്ക് ഈ രീതിയിലും ഉണ്ണീശോയൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിവിടെ 2-3 ചുള്ളിക്കമ്പ് എടുത്തൊരു ഗോവണി പോലെ ഉണ്ടാക്കുന്നുണ്ട്. ക്രിബൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുകളിലോട്ട് കയറാനുള്ളൊരു ഗോവണി പോലെ അതിന് യോജിച്ച എവിടെയാണെന്ന് വെച്ചാൽ നമുക്കത് അവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ തൽക്കാലം അത് ക്രിബിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ വെട്ടുകല്ലിൻ്റെ ഇഷ്ടികയുടെയൊക്കെ കളറിലുള്ള പെയിൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓറഞ്ചും അതുപോലെ തന്നെ ചുമപ്പും പിന്നെ മഞ്ഞയും പെയിൻറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ഈ കളർ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു കളറിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടിക പോലെ ഓരോ കട്ടയുടെ ഇടയിൽ നമുക്ക് ചെറുതായിട്ട് ബ്ലാക്ക് കൊണ്ട് ഒന്ന് വരയിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഉൾഭാഗത്തും നമ്മൾ പുറമേ ഒട്ടിച്ചതും എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടും ഒട്ടും തന്നെ പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ ഒരു ക്രിബ് മനോഹരമായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് റൂഫ് മേയാനായിട്ട് കഴിഞ്ഞ വർഷത്തെ ക്രിബിന് വേണ്ടി മേടിച്ച ആർട്ടിഫിഷ്യൽ ലോൺ നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ഞാനിങ്ങനെ പല പീസസ് ആയിട്ടാണ് അത് ഓരോ പീസും വെച്ചിട്ട് നമുക്ക് മുകൾ ഭാഗത്ത് ഇങ്ങനെ റൂഫിന് പകരം വെച്ച് ഒട്ടിക്കുന്നുണ്ട്. നമുക്ക് വൈക്കോല് കിട്ടുകയാണെങ്കിൽ വൈക്കോല് കൊണ്ട് റൂഫ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള നമ്മൾ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു പേപ്പർ കവറുണ്ടല്ലോ, ആ കവർ മുറിച്ച് വൈക്കോല് പോലെ ആക്കിയിട്ട് വെച്ച് കെട്ടിയാലും മതി. അല്ലെങ്കിൽ നമുക്ക് പുല്ലും മേഞ്ഞും റൂഫ് സെറ്റ് ചെയ്യാം. അതും അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ പീസസ് തന്നെ നമുക്ക് ഓട് പോലെ ഇങ്ങനെ വെട്ടി വെച്ചിട്ട് നമുക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഉചിതം പോലെ റൂഫ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി കുറച്ച് ചുള്ളിക്കമ്പ് എടുത്തിട്ട് ഞാൻ വെള്ള പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പുൽക്കൂടിൻ്റെ മുകളിൽ നിൽക്കാൻ പാകത്തിന്, ഒരുപാട് ഹൈറ്റിലല്ല, കുറച്ചൊന്ന് പൊങ്ങി നിൽക്കാൻ പാകത്തിന് ആ ചുള്ളിക്കൊമ്പ് നമ്മൾ വെള്ള പെയിൻറ്റ് കൊടുത്തിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ ബാക്കിലൊന്ന് കുത്തി കൊടുക്കാം. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ചുള്ളിക്കമ്പൊക്കെ കിട്ടുമെങ്കിൽ ചെയ്താൽ മതി. ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ ഈ രീതിയിൽ നമുക്ക് വെച്ചിട്ട് ഉണ്ണിശോയൊക്കെ വെച്ച് നമുക്ക് ക്രിബ് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ ക്രിബ് വെക്കാനുള്ളൊരു ബേസ് ഞാനൊരു കാർഡ്ബോർഡിൻ്റെ പെട്ടി നിവർത്തിയിട്ട് അത് വിരിച്ച് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ മണ്ണിൻ്റെ ഷെയ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു നടക്കല്ല് വേണം. നടക്കല്ലിനും ഇതുപോലെ തന്നെ കാർഡ്ബോർഡിൻ്റെ 2 പീസ് ഇതുപോലെ നടക്കല്ല് പോലെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. മുകളിൽ ഇഷ്ടിക പോലെ ചെറിയ പീസസ് ഒട്ടിച്ച് കൊടുക്കുക. അതും നമുക്ക് ഈ വെട്ടുകല്ലിൻ്റെ അതേ കളറിൽ, ഇഷ്ടികയുടെ കളറിലുള്ള പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ട് ഒന്ന് ഇടയിലൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പുൽക്കൂടിലേക്ക് കയറാനുള്ളൊരു നടപ്പടി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ക്രിബിലോട്ട് വരാനുള്ളൊരു വഴി നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ നടപ്പടിയുടെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് 2 വശത്തൊന്ന് വരച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് അടിഭാഗത്ത് ഒന്ന് ചെരിച്ച് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. വരച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കാർഡ്ബോർഡ് പീസസ് ചതുരാകൃതിയിൽ വെട്ടിയെടുത്തിട്ട് നമുക്കവിടെ ഒട്ടിച്ച് കൊടുക്കണം. ഇത് പഴയൊരു ക്രിസ്മസ് കാർഡാണ് കേട്ടോ. കുറേ വർഷങ്ങളായി വീട്ടിലിരിക്കുന്നത് വലിയൊരു കാർഡാണ്. അപ്പോൾ അതിൽ ഈശോയുടെയും ഔസപിതാവിൻ്റെയും ഉണ്ണീശോയുടെയൊക്കെ ഒരു ഫിഗറുണ്ട്. നമുക്ക് ആ പിക്ചർ ഒന്ന് വെട്ടിയെടുത്ത് വെക്കാം. ഇതുപോലെ ഔസപിതാവിൻ്റെയും ഈശോയുടെയും മാതാവിൻ്റെയും ആട്ടിടയന്മാർ രാജാക്കന്മാരുടെയൊക്കെയുള്ള കട്ടൗട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കത് വെച്ചിട്ട് ക്രിബ് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണീശോയുടെയും ഔസപിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ രൂപങ്ങൾ, ആട്ടിടയന്മാർ, രാജാക്കന്മാരെ എല്ലാം നമ്മളിത് അതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പിറകിൽ ഒരു സ്റ്റിക്ക് ഒട്ടിച്ചിട്ട് അത് നമ്മൾ ആ കാർഡ്ബോർഡിൽ കുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉണ്ണിസെറ്റ് ഒന്നും ഇല്ലാതെയാണ് ഇന്ന് ക്രിബ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ണിസെറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ പഴയ ക്രിസ്മസ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുൽക്കൂട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള ആ പീസസ് നമുക്ക് വഴിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അത് നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. കാർഡ്ബോർഡാണ് മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ ക്രിബിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കാർഡ്ബോർഡ് തന്നെ വെട്ടി വഴി ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അറക്കപ്പൊടിയോ അല്ലെങ്കിൽ ലോണൊക്കെ പിടിപ്പിച്ച് നമുക്ക് വഴി വേറെ രീതിയിലും നമ്മുടെ ഇഷ്ടം പോലെ, നമ്മുടെ ഐഡിയ പോലെ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഉണ്ണിസെറ്റൊക്കെ വെച്ച് നമ്മൾ ക്രിബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ണീശോയെ കിടത്താനുള്ള ഒരു വൈക്കോൽ കൊണ്ടുള്ള ഒരു മെത്ത ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉണ്ണീശോനെ ക്രിബിനകത്ത് വെക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ക്രിസ്മസ് ട്രീയുടെയൊക്കെ ലീഫാണ്. നമുക്ക് അതുകൊണ്ടൊരു ചെറിയൊരു ട്രീ പോലെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് 2 സൈഡിലും, ക്രിബിൻ്റെ 2 സൈഡിലും നമുക്കിതൊന്ന് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട്
ഒട്ടിച്ച് വയ്ക്കാം. ഇതും ഒരു ട്രീ പോലെ കഴിഞ്ഞ വർഷത്തെ ക്രിബിന് വേണ്ടി നമ്മൾ മേടിച്ചതാണ്. അത് നമ്മൾ അടർത്തിയെടുത്ത് പുൽക്കൂടിന് മുന്നിൽ വെച്ചിട്ടുള്ള ആ കമ്പിലെല്ലാം നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ക്രിബിന് മുകളിലായിട്ട് ഒരു സ്റ്റാർ കുത്തി കൊടുക്കാം. ഇത് ഗ്ലിറ്റർ ഫോം ഷീറ്റ് കൊണ്ട് നമ്മൾ സ്റ്റാർ വെട്ടിയെടുത്തതാണ്. കഴിഞ്ഞ വർഷത്തെ ഇരുന്നാറുന്നതാണ്. അത് നമ്മൾ ആ കമ്പിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് വേലി പോലെ നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്, ഗ്ലൂ ഗൺ വെച്ചിട്ട് കേട്ടോ. ആ വഴിയിൽ നമ്മൾ ഒട്ടിച്ചിട്ടില്ല, അല്ലാതെ താഴോട്ടുള്ള വഴിയിലും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് തെർമോക്കോളിൻ്റെ പീസസ് ബൗണ്ടറി ആയിട്ട് തിരിച്ച് ഇതുപോലെ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നീട് അത് പെയിൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വൈക്കോല് കിട്ടിയിട്ടുണ്ട്. അത് വൈക്കോല് കെട്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മളൊന്ന് മുറിച്ച് പൊടിച്ച് ചെറുതാക്കിയിട്ട് ക്രിബിൻ്റെ 3 കള്ളിയിലും നമ്മൾ അടിയിലൊന്ന് വിരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വൈക്കോൽ കെട്ടെടുത്ത് നമ്മൾ ക്രിബിനകത്ത് വെച്ചിട്ടുണ്ട്. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ക്രിബിനകത്തൊക്കെ വൈക്കോല് കെട്ടിയത് നമുക്ക് അടുക്കി വെക്കാവുന്നതാണ്. ഒക്കെ നമ്മുടെ ഐഡിയ പോലെ നമുക്ക് ചെയ്യാം. ഇനി ഇടയിലൊക്കെ നമ്മൾ വെച്ചിരിക്കുന്ന തെർമോക്കോൾ പീസ് നമുക്കിതുപോലെ തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ചുറ്റും നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മെറി ക്രിസ്മസിൻ്റെ ഒരു ബോർഡ് ഉണ്ട്. അത് നമുക്കത് പുൽക്കൂടിന് മുകളിലായിട്ട്, ഏറ്റവും മുകളിൽ ചുമരിലായിട്ട് ഞാനതൊന്നൊരു വള്ളിയിൽ കെട്ടിയിട്ട് അത് തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈക്കോലൊക്കെ കെട്ടി നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇഷ്ടികയൊക്കെ വിരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊരു മാലാഖേനെ അതിൻ്റെ ടോപ്പിൽ നമ്മളൊന്ന് ഒട്ടിച്ച് വെച്ചേക്കാണത്. ഇനി നമുക്കൊരു കിണർ പോലെ ഒരു സംഭവം സെറ്റ് ചെയ്യാം. ഒരു സ്റ്റീലിൻ്റെ വട്ടത്തിലുള്ള പാത്രത്തിൽ കാർഡ്ബോർഡിൻ്റെ പീസ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് അത് നമുക്കവിടെ ഉറപ്പിച്ച് വയ്ക്കാം. പിന്നെ കുറച്ച് കടലാസ് കൊണ്ട് കുറച്ച് ഉണ്ടയാക്കിയിട്ട് ആ കിണറിന് ചുറ്റും ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് പുല്ല് കിട്ടുകയാണെങ്കിൽ പുല്ല് വെച്ചിട്ട് അത് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ പുല്ല് കിട്ടുമോയെന്ന് അറിയില്ല. ഞാൻ ഈ കിണറൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ഒരേ കളറിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു പെയിൻറ്റ് ഇവിടെ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഒരേ കളറിൽ തന്നെ പെയിൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഐഡിയ പോലെ കിണറിനൊക്കെ നമുക്ക് പെയിൻറ്റ് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു ബ്ലാക്ക് തുണി കൊണ്ട് നമ്മൾ വെച്ച കടലാസ് ഒന്ന് മറച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തുടിക്കാല് പോലെ ഒരു കമ്പ് നമ്മളിതുപോലെ വെച്ചിട്ട് ഒരു കയറും ഒരു ബക്കറ്റും ഇട്ട് കൊടുത്ത് കിണറ്റിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏഞ്ചൽ മേക്കിങ്ങിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏഞ്ചലാണ്. ആ ഏഞ്ചലിന് നമ്മൾ മുകളിൽ മെറി ക്രിസ്മസിൻ്റെ മുകളിലായിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ മനോഹരമായിട്ടുള്ള ഒരു ക്രിബാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് പുൽക്കൂടിനകത്തൊരു ലൈറ്റ് ഇട്ട് കൊടുക്കാം. നമ്മളൊരു ഹോള് മുകളിൽ ഇട്ടിരുന്നില്ലേ, അതിലേ നമുക്ക് വയറെടുത്തിട്ട് ബൾബ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ലൈറ്റ് പച്ച കളറിലുള്ള ബൾബാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി ഉണ്ണീശോയെ നമുക്ക് കിടത്താനുള്ള ഒരു വൈക്കോലിൻ്റെ ഒരു മെത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ വെട്ടിയെടുത്ത ആ സ്റ്റിക്കറിൻ്റെ പുറകിൽ ഒരു സ്റ്റിക്ക് നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം പുൽക്കൂടിൻ്റെ അകത്ത് നമുക്കതൊന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചാൽ മതി. കാർഡ്ബോർഡ് ആയതുകൊണ്ട് അവിടെ സെറ്റായിട്ട് ഇരുന്നോളും. പുൽക്കൂടായാലും ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ. അപ്പോൾ നമ്മുടെ പുൽക്കൂടിൽ ഒരു വെറൈറ്റി പുൽക്കൂടാണ് കേട്ടോ. നമ്മുടെ പുൽക്കൂടിൽ ഉണ്ണീശോ മെത്തയിൽ കിടക്കുന്നതല്ല കേട്ടോ. ഇതിൽ മാതാവ് ഉണ്ണീശോനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. ഇത് ആട്ടിടയനാണ്. 2 കുഞ്ഞ് ആടുകളും ഉണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള ആട്ടിടയന്മാരുടെയും രാജാക്കന്മാരുടെയും സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് ക്രിബിനകത്ത് വെക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ക്രിബിന് വെളിയിലായാലും സ്റ്റിക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ലൊരു കട്ടൗട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ ഒരു ക്രിസ്മസ് കാർഡ് നമ്മൾ വെട്ടി അത് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നത്തേ ഇല്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട്. മാതാവ് ഉണ്ണീശോനെ എടുത്തുകൊണ്ട് നിൽക്കുന്നതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. രാജാക്കന്മാർ ആട്ടിടയന്മാർ എല്ലാം നമ്മൾ ആ പുൽക്കൂടിനകത്ത് വെക്കാൻ പറ്റിയതൊക്കെ നമ്മൾ പുൽക്കൂടിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രിബാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി ലൈറ്റും കൂടി ഇട്ടാൽ അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് ക്രിബിന് വെളിയിൽ മുറ്റത്ത് എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തപ്പോഴേക്കും നമ്മുടെ ക്രിബ് നല്ല അടിപൊളി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുല്ല് വിരിച്ചു കൊടുക്കണം. പിന്നെ ചുറ്റും ഒരു ചെറിയ ലൈറ്റും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് പുല്ല് വിരിക്കാം. ഇനി പുല്ലിൻ്റെ കട്ട നമുക്കൊന്ന് പാകത്തിന് അളവിന് നമുക്ക് മുറിച്ചെടുത്ത് വിരിച്ചു കൊടുക്കാം. ഞാനതൊന്ന് കഴുകിയപ്പോൾ അതിൻ്റെ ചേറൊക്കെ ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം വാർന്നിട്ട് എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വീഡിയോ തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് സാരില്ല, നമുക്കിനി അതൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം.
ഇനി നമുക്ക് കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് ആ വരെയുള്ള ഭാഗം പൊളിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോണോട് കോണായിട്ടൊന്ന് ചുരുട്ടി കൊടുത്ത് സ്റ്റാപ്ലർ ഒട്ടിച്ച് പിന്നെ ഒരു വാതിൽ പോലെ ഒന്ന് വെട്ടി കൊടുക്കാം. അങ്ങനെ 2 പീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ചിരട്ട വെച്ചിട്ട് നമുക്ക് കുടിൽ പോലെ സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ കോണോട് കോണുള്ള ഒരു തൊപ്പി പോലെ ഉണ്ടാക്കി കുടിൽ പോലെ നമുക്കിത് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ 2 എണ്ണം അങ്ങനെ മേലേക്ക് മേലെ വെച്ചിട്ട് മുകളിൽ ഒരു കോണോട് കോണ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കുറേ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ വെക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ആർട്ടിഫിഷ്യലായിട്ടുള്ള ചെറിയൊക്കെ നമ്മുടെ സ്ട്രീയിൽ കുത്തി കൊടുത്തിട്ടുണ്ട്. വൈക്കോലൊക്കെ നമ്മൾ കെട്ടാക്കിയിട്ട് നമ്മൾ ഓരോ സൈഡിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണ്ണിസെറ്റിലുള്ള മറ്റു ആട്ടിടയന്മാരെയും പിന്നെ രാജാക്കന്മാരെയൊക്കെ നമ്മൾ ലോണിൽ നമുക്ക് വെച്ച് കൊടുക്കാം. വഴിയിലും അവർ നടന്നു വരുന്നത് പോലെ പുൽക്കൂട്ടിലോട്ട് വരുന്നത് പോലെ വഴിയിലൊക്കെ നമുക്ക് അവരെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ക്രിബ്. ഇനി നമുക്ക് നേരിയ ഡിം ലൈറ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഭംഗിയായിട്ടുണ്ട്. ചെറിയ ഡിം ലൈറ്റ് നമ്മൾ പുൽക്കൂടിനകത്ത് മാതാവിനെയും ഔസപിതാവിനെയും അതുപോലെ തന്നെ ആട്ടിടയന്മാരൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പാകത്തിന് നമ്മളൊന്നും ചെറിയ ലൈറ്റുകൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ പുൽക്കൂടിൻ്റെ ഉൾഭാഗം കാണാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പുറത്തോട്ടൊക്കെ വയറ് കാണാതെ പുൽക്കൂടിന് നമ്മൾ ബൗണ്ടറി തിരിച്ചില്ലേ തെർമോക്കോൾ വെച്ചിട്ട് അതിന് ചുറ്റും നമ്മൾ ഈ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുരുട്ടി നമ്മൾ 2 സൈഡിലുള്ള ആ ചെറിയ റൂം പോലെ ഉണ്ടാക്കിയില്ലേ അവിടെ നമ്മൾ കുറച്ച് ചുരുട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം ഡിം ലൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇരുട്ടത്ത് കാണാൻ കൂടുതൽ ഭംഗി. അപ്പോൾ ഇരുട്ടത്ത് വീഡിയോ എടുത്താൽ അത് കാണാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് സ്ഥലത്ത് നമ്മുടെ ഡൈനിങ് ടേബിൾ ചെറിയൊരു ടേബിളാണ്, അതിൻ്റെ ഒരു പകുതി ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഈ ക്രിബ് സെറ്റ് ചെയ്തേക്കണത്. എന്നാൽ എല്ലാം നമുക്ക് വെക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് നമ്മൾ പൈസയൊന്നും ചിലവാക്കിയൊന്നും ചെയ്തില്ലെങ്കിലും നല്ല ഭംഗിയുണ്ട്. നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുക്കാം. ഒന്ന് നിവൃത്തിയൊക്കെ കൊടുത്ത് അതിലൊരു ചെറിയ ലൈറ്റും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ക്രിബിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ട്രീ നമുക്ക് ക്രിബിൻ്റെ അടുത്ത് നിന്ന് നീക്കി വെക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ ഇവിടെ സ്ഥലക്കുറവുള്ളത് കൊണ്ട് ഞാൻ ക്രിബിനോട് ചേർന്ന് തന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഐഡിയ പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുഞ്ഞ് ലൈറ്റുകൾ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ കൂടുതൽ ഭംഗിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുഞ്ഞ് ക്രിസ്മസ് പുൽക്കൂട് കേട്ടോ. ഏറ്റവും ഭംഗിയായത് നമ്മുടെ ആ ഇഷ്ടിക വിരിച്ചതും പിന്നെ ഉണ്ണീശോയുടെ ആ ഫിഗറും ഒക്കെയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഗറാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. കുഞ്ഞു ഉണ്ണീശോയെ മാതാവ് എടുത്തുകൊണ്ട് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ക്രിബാണ് നമ്മളൊന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വീട്ടിലൊക്കെ ഈ ക്രിസ്മസിന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒത്തിരി സാധനങ്ങളൊന്നും നമ്മൾ പൈസയൊന്നും കൊടുത്ത് വാങ്ങിയിട്ടില്ല. ഉണ്ണിസെറ്റ് ഇല്ലാതെ തന്നെ അടിപൊളി ക്രിബ് ഉണ്ടാക്കി. ഞാൻ പല കളറിലുള്ള സീരിയസ് സെറ്റ് ഇട്ട് നോക്കി. അപ്പോൾ അതിനേക്കാളും ഭംഗി നമ്മൾ നേരത്തെ ഇട്ടതുപോലുള്ള ഡിം ലൈറ്റാണ് കേട്ടോ. ഇതിൽ വയറുകളൊക്കെ വലുതായതുകൊണ്ട് ഇടയിലൊക്കെ ഇടുമ്പോൾ ഒത്തിരി വൃത്തികേടായി തോന്നി. അപ്പോൾ അത് മാറ്റിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ നോർമലായിട്ടുള്ള ചെറിയ ഡിം ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് കൂടുതലും ഭംഗി കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടി ഇത്തവണത്തെ ക്രിസ്മസ് കുഞ്ഞു ക്രിബൊക്കെ ഉണ്ടാക്കി അടിപൊളിയാക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ക്രിബിൻ്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കാർഡ്ബോർഡൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ക്രിബ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.